And promises, how to be brave, how can I love when I'm afraid to fall, but watching you stand alone, all of my doubt suddenly goes away somehow. ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ.
അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. പ്രിയ സഹോദരി, മിശിഹ നമ്മെ സ്നേഹിച്ചു. മിശിഹയോടുള്ള ഭയഭക്തിയെ പ്രതി അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭാര്യമാരെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ. മിശിഹ സഭയുടെ ശിരസ്സും ശരീരത്തിൻ്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സ് അത്രേ. സഭ മിശിഹയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്, അവിടുത്തെ മാംസവും അസ്ഥിയുമാണ്. ആകയാൽ മനുഷ്യൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും സഭയെയും ഉദ്ദേശിച്ചത്രേ ഇത് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും തന്നെ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും, കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. അവിടുത്തെ സ്തുതി എന്നും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. എൻ്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളും, എളിയവൻ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. നിങ്ങൾ എന്നോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ നാമത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സകല ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിച്ചു. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. അങ്ങയെ ദർശിക്കാൻ, അപ്പോൾ നിങ്ങൾ പ്രകാശരാകും. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. ഇളയൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിക്കുകയും ചെയ്തു. അവൻ്റെ കഷ്ടകാലങ്ങളിൽ അവിടുന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ അവിടുത്തെ ഭയപ്പെടുന്നവരുടെ ചുറ്റും കൂടാരം അടിച്ച് അവരെ മോചിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിവിൻ. അവിടുത്തെ പക്കൽ അഭയം തേടുന്നവൻ ഭാഗ്യവാന്മാരാണ്. കർത്താവിനെ ഞാൻ സദാകാലം വാഴ്ത്തും. പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവ്, നീണ്ടാവുമായ പിതാവേ, ഈ നല്ല മുഹൂർത്തത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ വധുവിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലും എളിമയിലും മറ്റെല്ലാ പുണ്യങ്ങളിലും നാൾക്കുനാൾ വളർത്തണമേ. ഇവർ കുടുംബജീവിതത്തിലൂടെ സന്തോഷത്തോടെ അങ്ങയുടെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ അങ്ങേ തിരുമുമ്പിലായിരിക്കുവാൻ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, വിവാഹത്തിൻ്റെ ആലോചന മുതൽ ഇതുവരെയും അവിടെ നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇത് അവരുടെ വിവാഹത്തിന് വേണ്ട എല്ലാ ആലോചനയും അവിടുന്ന് കൃപയോടെ കടാക്ഷിച്ച് കർത്താവെ, വീണ്ടും അവരുടെ ആവശ്യങ്ങളിലും ഇവിടെ നടക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളിലും അവിടുത്തെ കൃപയും കരുണയും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ ഇവർക്ക് നല്ല വിധമായ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടിയായിരിക്കണമേ. എല്ലാ സഹായങ്ങളും നൽകിയ എല്ലാ ബന്ധുജനങ്ങളെയും മറ്റ് സഹചാരികളെയും കൂട്ടുകാരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇവരുടെ ബന്ധുജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മകളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയ മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരുടെ ക്രിസ്തീയ ജീവിതത്തിലൂടെ നല്ലൊരു ക്രിസ്തീയ കുടുംബജീവിതം കണ്ടെത്തുവാൻ ഞങ്ങൾ നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവെ, ഇന്നും നാളെയും നടക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളിൽ വേണ്ട കൃപാവരവും കരുണയും അവിടുന്ന് ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി തരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ ദേവാലയത്തിൽ എടുക്കുന്ന പ്രതിജ്ഞയിൽ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനും ആ തിരുക്കർമ്മങ്ങൾ ഭംഗിയായി നന്നായി നടത്താൻ വേണ്ട കൃപയും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവിടെ നടക്കുന്ന എല്ലാ വിരുന്ന് സൽക്കാരങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുന്ന് സന്നിഹിതനായിരുന്നത് പോലെ ഇവിടെയും സന്നിഹിതനായിരുന്നു കൊണ്ട് ഇവരുടെ ജീവിതത്തിലെയും വിരുന്ന് സൽക്കാരങ്ങളിലെയും എല്ലാ കുറവുകളെയും പരിഹരിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വശക്തിയുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. നാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ.
അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയെ രക്ഷിച്ചൊള്ളണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥ പരിശുദ്ധ കന്യാമറത്തിൻ്റെ സംരക്ഷണം, കാനായിലെ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച പരിശുദ്ധ കന്യാമറത്തിൻ്റെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കന്യാമറത്തിൻ്റെ നാമം ജപിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിങ്ങളുടെ ദർശനപോലെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.
തളർന്ന പാദങ്ങളെ ബലപ്പെടുത്താൻ അത്തിരി വിദ്യരായി തീർക്കുവാനായി അക്ഷയ ജ്യോതിഷായി കർപ്പൂര നാളമായി ആത്മാവിലാളി പടരൂ ആത്മാവിലാളി പടരൂ പാവനപൂരിത പവിത്രാത്മാവിൽ പരിശുദ്ധനായ പരമ്പൊരുളേ ചിരകുകിടത്തി പരന്നിറന്ന് വരദാനങ്ങളാലകം നിറയ്ക്കൂ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പരിപൂർണമാകുവാനും വേണ്ടിയാണ്. ഇത് എൻ്റെ കൽപ്പന. ഇതാണ് എൻ്റെ കൽപ്പന. പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ മക്കളും ലോകത്തിന് മുഴുവനും അവിടുത്തെ സാക്ഷികളുമാകത്തക്ക വിധം പിതാവായ ദൈവം നമ്മെ അധികം സ്നേഹിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹദാത ക്രിസ്തുവിൽ ഒരുമിക്കാൻ പോകുന്ന ഈ വധുവിനെയും വരനെയും അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങ് ഇവിടെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നാളെ ധരിക്കുവാനുള്ള വിവാഹവസ്ത്രം നൽകുമ്പോഴും അവിടെ സാന്നിധ്യം അവിടുന്ന് കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അടയാളമായി തീരുവാനും ഇതിലൂടെ അങ്ങേ മാനിക്കുവാനും അങ്ങേ പരിപൂർണമായി സ്നേഹിക്കേണ്ട കൃപയും ഈ മകൾക്ക് നൽകണമേ. സ്നേഹദാത, അങ്ങയുടെ സ്നേഹത്തിനൊന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിനെ കുടുംബത്തെ സമ്പൂർണ്ണ സന്തോഷമാക്കുവാൻ അവിടുന്ന് തിരുവോളമായല്ലോ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വധുവിനെയും വരനെയും അവിടുന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. സുഖനായ ദൈവമേ, പരസ്പര സ്നേഹത്തെയും പുരുഷനെയും സംയോജിപ്പിക്കുന്നവരോ ഈ സഹോദരങ്ങൾ കെട്ടിക്കൊടുക്കാൻ പോകുന്ന കുടുംബജീവിതത്തെ അതിൻ്റെതായ അപകടമായ കുടുംബ സന്തോഷത്തോട് ജീവിക്കാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിരുവരുടെ യാത്രയിൽ അവിടുന്ന് ഇനി കൂടെയായിരുന്നുകൊണ്ട് കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. യാത്രയിൽ വീണ്ടും അവിടുന്ന് കൂടെയായിരിക്കണമേ. അനുയോജ്യമായ കാലാവസ്ഥകളും പ്രവർത്തനങ്ങളും അവിടുന്ന് നൽകി കൂടെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ വിഭാഗകർമ്മത്തിലുള്ള എല്ലാവിധ കൃപകളും അവിടെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിങ്ങളുടെ പ്രാർത്ഥന ദയാപനം കേൾക്കണമേ. പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. രാജ്യം വരണമേ. അന്നു വേണ്ട ഞങ്ങളുടെ തിരുകുടുംബത്തിൻ്റെ നാദ്യാവസ്ഥ കന്യാമക്കളുടെ സംരക്ഷണ യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് ഇപ്പോഴും സ്നേഹത്തിനും സമാധാനത്തിനും വട്ടമായ കർത്താവ് നിങ്ങളിൽ വസിച്ച് നിങ്ങളുടെ മാർഗങ്ങളെ നയിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തൻ്റെ സ്നേഹത്തിൽ അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ.
കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ
പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം. തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം. മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ? മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ? കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ. പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ? നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ? എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. മനസ്സുകൊള്ള എന്തൻ മനസ്സുകൊള്ള മനസ്സുകൊള്ള എന്തൻ മനസ്സുകൊള്ള ഉയിരോട് ഉയിരാക നീരന്താய். ദൂരങ്ങൾ ദൂരെ ദൂരെ നാം എന്നും ചാരേ ചാരേ. ദൂരങ്ങൾ ദൂരെ ദൂരെ നാം എന്നും ചാരേ ചാരേ. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ. എന്നിലെ എന്നെ അറിയുമൊരാളായി, എന്നിലെ എന്നെ അറിയുമൊരാളായി നിന്നവളല്ലേ നീ അഴകേ. നിന്നവളല്ലേ നീ അഴകേ. நேரம் மறந்தேன் வரம் மறந்தேன் மாதம் மறந்தேன் பேசியிருந்தேன். ஆசை வளர்ந்ததும் முன்னால பாசம் அறிந்ததும் முன்னால. ഓരോ നാളും നാം ചേരും നേരങ്ങൾ ചിത്രങ്ങളാക്കി നെഞ്ചിൽ കാത്തുവച്ചേ. கேட்டுக்கொள் காதல் தேனே நீ எந்தன் சொந்தம் தானே. ദൂരങ്ങൾ ദൂരെ ദൂരെ നാം എന്നും ചാരേ ചാരേ. മനസ്സുകൊള്ള എന്തൻ മനസ്സുകൊള്ള ഉയിരോട് ഉയിരാക നീരുந்தாய். காதல் ருசித்தேன் உள்ளமினித்தேன் தனிமை அறிந்தேன் தேல் எறிந்தேன். நீ புது பார்வைகள் தந்தாயே நான் அதை வாழ்க்கையில் பார்த்தேனே. നിന്നെ ഓർക്കുമ്പോൾ എന്നിൽ പൂക്കുന്ന മുത്തങ്ങൾക്ക് പോലും കുഞ്ഞു ചിറകു വച്ചേ. கேட்டுக்கொள் காதல் தேனே நீ எந்தன் சொந்தம் தானே. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ. ദൂരങ്ങൾ ദൂരെ ദൂരെ
പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 വാക്യങ്ങൾ. പ്രിയ സഹോദരി, ഭാര്യമാർ ഭർത്താക്കന്മാരോട് അനുസരണമുള്ളവരായിരിക്കട്ടെ. അവരിൽ വല്ലവരും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാർക്ക് തങ്ങളുടെ നിർമ്മല മുടിയും ഭക്ത്യാദരങ്ങളും നിമിത്തം വാക്കുകളൊന്നും കൂടാതെ തന്നെ ഭർത്താക്കന്മാരെ നേടാൻ കഴിയണം. പിന്നിയ മുടി, സ്വർണ്ണാഭരണം, മോടിയേറിയ വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യ അലങ്കാരങ്ങളല്ല അവർക്കുണ്ടായിരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ വിലയിട്ടതും സൗമ്യവും ശാന്തവും അക്ഷയവുമായ ആന്തരിക ജീവിതമാണ് അവരുടെ ഭൂഷണം. എങ്ങനെയാണ് പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന ക്രിസ്ത സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തത്? സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നിങ്ങൾ അവരുടെ പുത്രിമാരാണ്. യാതൊന്നും ഭയപ്പെടാതെ നന്മ ചെയ്യുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിഘ്നം വരാതിരിക്കാൻ ഭാര്യയോട് വിവേകത്തോട് ദർശിക്കുവിൻ. അവർ ബലഹീന പാത്രങ്ങളാണെന്നും നിത്യായുസ്സാകുന്ന ദാനത്തിൻ്റെ കൂട്ടവകാശിയാണെന്നും ഓർത്ത് അവരെ ബഹുമാനിക്കുവിൻ. അവസാനമായി എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര സ്നേഹവും അനുകമ്പയും വിനയവുമുള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മറിച്ച് ആശീർവദിക്കത്രേ വേണ്ടത്. എന്തെന്നാൽ അനുഗ്രഹത്തിൻ്റെ ജന്മാവകാശിയായിട്ടത്രേ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. പ്രതിദിന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവനും അവിടുത്തെ ആജ്ഞകൾ ഇഷ്ടപ്പെടുന്നവനുമായ മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രാബല്യം നേടും. നീതിമാന്മാരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ദയാപൂർവ്വം വായ്പ കൊടുക്കുന്നവനും നീതിയോട് തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നവനും സുഖഭവിക്കും. അവൻ ഒരു നാളും കുലുങ്ങുകയില്ല. നീതിമാന് നിത്യസ്മരണ ഉണ്ടായിരിക്കും. ദുഷ്പ്രഭാതം അവൻ ഭയപ്പെടുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. അവൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അവൻ്റെ ഹൃദയം അചഞ്ചലമാണ്. അവൻ നിർദ്ദയത്തിനും ഭയരഹിതനുമാണ്. സ്വശത്രുക്കൾ ലജ്ജാവിൽസനാകുന്നത് അവൻ ദർശിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ദരിദ്രർ നിർലോഭം ദാനം ചെയ്യുന്നു. അവൻ്റെ ഔദാര്യം ശാശ്വതമാണ്. അവൻ്റെ കൊമ്പ് മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവും നീന്തവുമായ പിതാവേ, നമ്മളിപ്പോൾ ദേവാലയത്തിലേക്ക് ഒരു പരിശുദ്ധ കർമ്മത്തിനായി പോവുകയാണല്ലോ. കർത്താവ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വധുവിനെയും വരനെയും അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹിതാൻ പോകുന്ന ഈ വധുവിനെയും അവരുടെ മാതാപിതാക്കളെയും അങ്ങ് ആശീർവദിക്കണമേ. ക്രിസ്തീയ ജീവിതത്തിലൂടെ വളർത്തുവാൻ അവിടെ നൽകിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈ വിവാഹത്തിൻ്റെ ആലോചന മുതൽ ഇതുവരെയും അവിടെ നൽകിയ എല്ലാ കൃപയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് യാത്രയിലായിരിക്കുന്ന അവരുടെ വീട്ടുകാരെയും വരനെയും അവിടെ നിന്ന് പരിശുദ്ധമായി അനുഗ്രഹിക്കുകയും കൃപാവരങ്ങൾ നിറയ്ക്കുകയും ചെയ്യണമേ. യഥാസമയം ദേവാലയത്തിലെത്തുവാനും വിവാഹ കൂദാശയിൽ പങ്കെടുത്തുകൊണ്ട് വിവാഹ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കൃപ നൽകണമേ. വിവാഹ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും പരിശുദ്ധതയും മാഹാത്മ്യവും ഗൗരവവും മനസ്സിലാക്കി ഉത്തരവാദിത്വബോധത്തോടെ വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ അതിൻ്റെതായ സന്തോഷങ്ങളും കുരിശുകളുമുണ്ട്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സുഖങ്ങളും ദുഃഖവും രോഗവും ദാരിദ്ര്യവും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മനസ്സിന് കീഴ്പ്പെട്ട് ജീവിച്ച് അവസാനത്തിൽ കുടുംബത്തിൻ്റെ മാതൃകയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഇവരിടയാക്കണമേ. കർത്താവെ, ഇവർ ഇന്ന് ദേവാലയത്തിൽ എടുക്കുന്ന പ്രതിജ്ഞ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനും അത് കെടാതെ കാത്ത് അവിടുത്തെ തിരുമുമ്പിൽ എന്നും അങ്ങേ പാടി സ്തുതിക്കേണ്ട കൃപയും അവർക്ക് നൽകണമേ. കർത്താവെ, ഇന്നത്തെ കർമ്മങ്ങൾക്കായി എത്തുന്ന വൈദികരെയും മറ്റുള്ളവരെയും അവിടുന്ന് കൃപയോടെ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ. ഏതൊരുവിധ തടസ്സവും പ്രയാസവും കൂടാതെ എല്ലാ കാര്യവും മംഗളമായി നടക്കുവാനും അവിടുന്ന് കൃപ നൽകണമേ. വിവാഹ കൂദാശയ്ക്ക് ശേഷം വീട്ടിൽ നടക്കുന്ന വിരുന്ന സൽക്കാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും അവിടുത്തെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുന്ന് സന്നിധനായിരുന്നു കൊണ്ട് അവരുടെ കുറവുകളെ പരിഹരിച്ച് ആശീർവദിച്ച കർത്താവെ, ഇവിടെയും സന്നിധനായിരുന്നു കൊണ്ട് അവരുടെ ജീവിതത്തിലെയും ഇവിടെ നടക്കുന്ന എല്ലാ വിരുന്ന സൽക്കാരങ്ങളിലെയും എല്ലാ കുറവുകളെയും അവിടുന്ന് പരിഹരിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെയും സഹായിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും മറ്റു സഹചാരികളെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിലൂടെ ഉപദേശത്തിലൂടെയും ഇവരെ നയിക്കുവാൻ വേണ്ട കൃപ അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുമായ ദൈവമേ, നല്ല കാലാവസ്ഥയിൽ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാവോട് കേൾക്കണമേ. നാദമർപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചിട്ടില്ല.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുകുടുംബത്തിന്റെ നാഥയായ കന്യാമാർഗത്തിന്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സർവ്വശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പദവിയും കൂടെയുള്ള എല്ലാവരെയും ആശ്രയിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. मैं बारिश हो जाऊंगा, तुम बादल हो जाओगी, देख लेना, देख लेना। इतना तुमको चाहूंगा, तुम पागल हो जाओगी, देख लेना, देख लेना। कहता है सुन ये धूप किनारा, तेरा हुआ मैं सारा का सारा, देख लेना। तेरे होठों पे हमेशा मैं हंसता ही रहूंगा, देख लेना, देख लेना। भीगी जो तेरी आंखें, आंखों से मैं बहूंगा, देख लेना। दिल तो है हर सीने में, है प्यार लेकिन मुझ में सबसे ज्यादा, देख लेना। अपनी लकीरों में मैं लिख लूंगी खुद ही तुमको, है मेरा वादा, देख लेना। कहता है सुन ये धूप किनारा, तेरा हुआ मैं सारा का सारा, देख लेना। तेरे होठों पे हमेशा मैं हंसता ही रहूंगा, देख लेना, देख लेना। भीगी जो तेरी आंखें, आंखों से मैं बहूंगा, देख लेना।
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വിവാഹമെന്ന കൂദാശയാൽ ഒന്നായി തീരുന്ന, അതിനായി കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ദേവാലയത്തിൽ ഈ അൾത്താരെ മുന്നിലായിരിക്കുന്ന റോബിൻ രാജ്, സുമി, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവരെയും ഈ വിവാഹമെന്ന കൂദാശ പരികർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുസഭ പ്രത്യേകമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ, ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട തിരുനാൾ. വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധിയുടെ പടികൾ ചവിട്ടിക്കയറുവാൻ കാരണമായത് വിശുദ്ധി നിറഞ്ഞ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സഹനങ്ങളിലൂടെ വിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളിലൂടെ, പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാമെന്ന് കാണിച്ചു തന്ന മാതാപിതാക്കളുടെ സംരക്ഷണത്തിലും അവരുടെ ശിക്ഷണത്തിലും വളർന്നതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വിശുദ്ധിയെ വളരുവാൻ സാധിക്കുക, വിശുദ്ധയായി മാറുവാൻ സാധിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലാണ് റോബിൻ രാജും സുമിയും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായി ചേരുക, ഒരു കുടുംബത്തിന് ആരംഭം കുറിക്കുക. ഇവർക്ക് എല്ലാവിധമായ ആശംസകളും ജെറോമച്ചൻ്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഒരു ചിന്ത മാത്രം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു കൂദാശയാണ്. വിവാഹമെന്നത് ഒരു കൂദാശയാണ്, പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. അത് കൂദാശയായി മാറുക ക്രിസ്തുനാഥൻ ഇവരാരംഭിക്കുന്ന കുടുംബ ജീവിതത്തിൽ സന്നിഹിതനാകുന്നു. അതോടൊപ്പം തന്നെ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുക. യേശുനാഥൻ തന്നെ സുവിശേഷത്തിൽ നമ്മോട് പറയും, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുക. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുനാഥൻ പറയുന്ന വാക്കുകളാണ്. ആദിയിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ദൈവമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടെത്തി അവന് തുല്യമായ അതുപോലെ തന്നെ അവന് സ്നേഹിക്കാൻ കഴിയുന്ന, അവനോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സഖിയെ നൽകുമെന്ന് ദൈവം തന്നെയാണ് തൻ്റെ പദ്ധതിയിലൂടെ വെളിപ്പെടുത്തുക. അപ്രകാരം ആദിയിൽ തന്നെ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിന് ദൈവം ആരംഭം കുറിച്ചു, കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഈ മക്കൾ ഇന്ന് ഒന്നായി തീരുമ്പോൾ, വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായി ചേരുമ്പോൾ ഈ സത്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടാം. ദൈവമാണ് ഞങ്ങളെ യോജിപ്പിക്കുക, ദൈവ സ്നേഹമാണ് നിങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുക.
പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കും, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സഹനത്തിലൂടെയും സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയും അതോടൊപ്പം തന്നെ സ്വയം നൽകിക്കൊണ്ടുമാണ്, തൻ്റെ ജീവൻ തന്നെ നൽകിക്കൊണ്ടാണ്. അപ്രകാരം സ്വയം സമർപ്പണത്തിലൂടെയും ശൂന്യവൽക്കരണത്തിലൂടെയും സഹനത്തിലൂടെയും നിങ്ങൾ ഒന്നായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനീ. സർവ്വശക്തനാം ദൈവമേ പാദനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ.
ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ കാവലാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവി തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകന നാഥൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ റോബിൻ രാജിൻ്റെയും സുമിയുടെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകെ ഒന്നായിക്കപ്പെടുന്ന ഇവ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകന്. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്.
സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ പരിപാലകൻ തെല്ലുമുറങ്ങുകില്ല. ദൈവമെൻ്റെ കൂടെയുള്ളപ്പോ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറിക്കരഞ്ഞിടണം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. ഓർശലേമിൻ്റെ ചുറ്റുമതിലായിടുന്നപ്പോ, മാമലകൾ ഓർശലേമിൻ്റെ ചുറ്റുമതിലായിടുന്നപ്പോ, എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എൻ്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു, എൻ്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിവാഹാശീർവാദ കർമ്മം. പ്രിയപ്പെട്ടവരെ, പുരോഹിതരുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളിന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാസമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. റോബിൻ രാജ്, സുമി, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ
പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസ്സുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയെയും മോതിരങ്ങളെയും അവിടുന്ന് കനിവാർന്ന് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളങ്ങളായിരിക്കണമേ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവാ ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ
കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആവാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നെ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവം സ്വീകരിക്കുകയും വിവാഹ കൂദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാ അങ്ങേ ജനവുമായി അങ്ങൊരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം വഴി അങ്ങവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും. നിരുപമമങ്ങേ മഹിമ
ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ്റ് സാമുവൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേ. ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായിത്തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. അങ്ങയുടെ ദാസരായ റോബിൻ രാജിൻ്റെയും സുമിയുടെയും മേൽ അങ്ങേ വലതുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവർത്തികളാൽ നിലനിർത്തുവാനും ഇവിടെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ സുമിയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങേ ദാസനായ റോബിൻ രാജിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവെ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായിത്തീർന്ന് അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. അങ്ങ് ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പീടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹകൂദയശയാലൊന്നായി തീർന്ന ഇവ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
സ്നേഹത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കണ്ണു
കണ്ണുകളിൽ നീയാണു ലോകം, ഈ കാതുകളിൽ നീയാണു രാഗം. ഒരുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ മുറിവേഴ കൈരേഖ പോ, കൺചിമ്മാതെ കാക്കാമെന്നോമലേ ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. ഓ വീണലിഞ്ഞു പോകുന്നു താനേ. மெழுகு டாலினி அழகு ஸ்கூலினி எனக்கு ஏத்தவ நீ காந்தி. ஹேண்ட்ஸம் ஆடனி சூப்பர் கூலனி நானும் நீயும் தான் சம ஜோடி. பொதுவா தோணி போல நானும் காமமா இன்னைக்கு எக்ஸைட்மெண்ட் ஆனமா. கண்ணால் வளைய வீசி என்ன தூக்குமா லைஃப் டைம் செட்டில்மெண்ட் நான் தாமா. இனிமே டிக்டாக் எல்லாம் எங்க வேணுமா
ഉത്രാട തുമ്പിക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു. രാവുറങ്ങണ നേരത്തോ പകൽ തേരിറങ്ങണ നേരത്തോ കാട്ടിരിക്ക് കമ്മലിട്ട് നട്ടുപാതയോരത്ത് പൊക്കുവേൽ തേനൊഴുക്കണ നേരത്തോ പൊക്കുവേൽ തേനൊഴുക്കണ നേരത്തോ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഭാഗമെന്ന കൂദാശയാൽ ബന്ധിതരായ ഈ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വർമാതൃക ജീവിതം നയിക്കുന്ന മാതാപിതാക്കളായി തീരണമേ. നസ്രയത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിലെ കുരിശുകളും ക്ലേശങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഇവിടെ മക്കളെ നല്ല ക്രിസ്ത്യാനികളെ വളർത്തുവാനും ഇവരെ സഹായിക്കണമേ. ഇവരൊരു നല്ല ക്രിസ്ത്യ കുടുംബ ജീവിതത്തെ സംതൃപ്തി കണ്ടെത്തി ദീർഘകാലം ജീവിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവർ ഇന്ന് ദേവാലയത്തിലെടുത്ത പ്രതിജ്ഞ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനും കേടാതെ അത് സംരക്ഷിക്കാനുള്ള കൃപ ഇതുവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അവിടുന്ന് കരുഞ്ഞ് ആശീർവദിക്കണമേ. ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇവിടെ മകൻ്റെ ഗൃഹത്തിലേക്കുള്ള യാത്രയിൽ അങ്ങ് തന്നെ സഹചാരിയായി ഇരുന്നുകൊണ്ട് യഥാസമയ ഭവനത്തിൽ എത്തിച്ചേരുവാനും അവിടെ നടക്കുന്ന വിരുദ്ധ സൽക്കാരങ്ങളിൽ എത്തുവാനും വേണ്ട കൃപയും അവിടെ നൽകണമേ. അവിടുത്തെ പാടി സ്തുതിക്കാൻ വേണ്ട കൃപ അവിടെ നിന്ന് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇതുവരെയും അവരുടെ ജീവിതാവസാനം വരെയും അവിടുത്തെ കാരുണ്യവും കൃപയും കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഥാർത്ഥ സാക്ഷിയായി തീരുവത്തക്ക രീതിയിൽ വേണ്ട ജീവിതം നയിക്കുവാൻ അവിടെ അനുഗ്രഹിക്കണമേ. ഇതുവരെയും വേണ്ട സഹായങ്ങൾ നൽകിയ എല്ലാ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സഹചാരികളെയും കൂട്ടുകാരെയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വീണ്ടും ഒരു ഉപദേശത്തിലൂടെയും മാതൃകയിലൂടെയും ഇവർക്ക് വേണ്ട കൃപ നൽകുവാനും ഞങ്ങളുടെ പ്രാർത്ഥനാ ദയാപൂർവ്വം കേൾക്കണമേ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം ഉന്നതമാകണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട്
ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ എപ്പോഴും ഇവരെ നയിക്കാൻ വേണ്ടി പരിശുദ്ധത്തിന്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ നവവധൂവരന്മാരെയും കൂടാതെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल की ज़मीं को तेरे ही नाम करूं, खुद को मैं यूं खो दूं के फिर ना कभी पाऊं, हौले हौले जिंदगी को अब तेरे हवाले करूं। सनम रे तू मेरा सनम हुआ रे, सनम रे तू मेरा सनम हुआ रे, करम रे तेरा मुझ पे करम हुआ रे, सनम रे तू मेरा सनम हुआ रे। तेरे करीब जो होने लगा हूँ तो टूटे सारे भरम रे, सनम रे तू मेरा सनम हुआ रे, सनम रे तू मेरा सनम हुआ रे। पे साया किया है, बारिशों की तरह ही तो तूने खुशियों से भिगाया है, आंधियों की तरह ही तो तूने होश को उड़ाया है, मेरा मुकद्दर सवारा है यूं, नया सवेरा जो लाया है तू, तेरे संग ही बिताने हैं मुझको मेरे सारे जन्म।